ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തിയെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. നിത്യനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വിലാപങ്ങളുടെ പുസ്തകങ്ങളാണല്ലോ. വിലാപങ്ങളുടെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ സങ്കടകരമായ അവസ്ഥയിൽ വിലപിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യെരുശലേം ദേവാലയത്തിന്റെ തകർച്ചയെക്കുറിച്ചും ആ നഗരത്തിന്റെ തകർച്ചയെക്കുറിച്ചും അതിന്റെ തകർച്ചയെ ഓർത്ത് വിലപിക്കുന്ന ഇരമ്യാ പ്രവാചകന്റെ വിലാപഗീതങ്ങളാണ് നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിൽ മുഴുവനായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 4-ാം അധ്യായമാണ് നമുക്കിവിടെ ചിന്തനീയമായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം. 4-ാം അധ്യായത്തിലും അപ്രകാരം തന്നെ ഓരോ ഭാഗത്തും അയ്യോ എന്നുള്ള വാക്കുകൾ കൊണ്ടാണ് ഭാഗങ്ങൾ തുടങ്ങുന്നത് തന്നെ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിലാപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കാഠിന്യത്തിൽ തന്നെ, അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ യിരെമ്യാ പ്രവാചകൻ അതിനെ കണ്ട് വിശകലനം ചെയ്തിട്ട് അത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് ആമേൻ ഉറ്റുനോക്കിക്കൊണ്ടുള്ള വചനങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം അധ്യായത്തിലും അപ്രകാരം തന്നെയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രക്തങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചെരിഞ്ഞു കിടക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വളരെ വിശാലമായ ദൈവീക പദ്ധതിയുള്ള ദൈവത്തിന്റെ ജനം ആമേൻ ദൈവത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് അവർ അടിമകളായി പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകം രചിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും നാളുകൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാതായി പോയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം അധ്യായത്തിൽ ഇപ്രകാരം തന്നെയാണ് കാണുന്നത്. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രക്തങ്ങൾ സകല വീഥികളുടെയും തലക്കൽ ചെരിഞ്ഞു കിടക്കുന്നു. ആമേൻ, സ്തോത്രം. നമുക്കിവിടെ 3-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപക്ഷിയെ പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്ന, ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ക്രൂരമായ ഒരവസ്ഥയിലേക്കായി തീർന്ന ഒരു കാലഘട്ടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 137-ാം സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 137-ാം സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇപ്രകാരമാണ്. സങ്കീർത്തനങ്ങൾ 137 അവരുടെ ആരാധനയില്ല, അവരുടെ പാട്ടില്ല, അവരുടെ സന്തോഷത്തിന്റെ അവസ്ഥകൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തില് ആമേൻ ദൈവജനത്തെ അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സ്തോത്രം. 137-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്. ബാബേ, നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൽ മേൽ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഏത് സാഹചര്യത്തിലായാലും ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനം അടിമകളായി പോയപ്പോൾ അവരുടെ പാട്ട് നഷ്ടപ്പെട്ടു, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു, അവരുടെ ആനന്ദ ഗീതങ്ങൾ അവരിൽ നിന്ന് പോയൊരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിൽ നിന്ന് നാം ഒരിക്കലും അകന്നു പോകുവാൻ പാടില്ല. ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തിയെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്കാം. പാനപാത്രം നിന്റെ അടുക്കലേക്ക് വരും, നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും. സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു. ഒരു പ്രത്യാശ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കയില്ല. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുത്തി നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഏത് തകർച്ചയിലായാലും നമ്മെ കൈവിടാതെ ആ തകർച്ചയിൽ തന്നെ ഇട്ടുകളയുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമ്മുടെ അകൃത്യത്തെ ക്ഷമിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നമ്മെ നിർത്തുവാൻ അനുഗ്രഹീതനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവത്തിന്റെ സന്ദർശനം നമുക്കുണ്ടാകുമ്പോൾ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമുക്ക് കഴിഞ്ഞാൽ നിത്യത വരെ സന്തോഷത്തോടെ എത്തുവാൻ നമുക്ക് കഴിയും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.